ഞാനിപ്പോൾ ഉള്ളത് പാരീസിലെ ഈഫൽ ടവറിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ്. 136 വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു ടവർ നിർമ്മാണത്തിന് വേണ്ടിയുള്ള പ്ലാനിങ് നടക്കുന്ന സമയത്ത് ഗവൺമെന്റിനെതിരെ ഒരുപാട് പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ തടസ്സങ്ങളും ഉണ്ടായിട്ടുണ്ട്, വിമർശനങ്ങൾ ഒരുപാട്. ഈ ഒരു പ്രദേശത്ത് ഈ ബിൽഡിങ്ങിന്റെ ആവശ്യകത എന്ത്, അതുപോലെ തന്നെ സുരക്ഷ, അതിന്റെ ഭംഗി, ഇതിനെയൊക്കെ കുറിച്ചിട്ടായിരുന്നു അന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടായത്. കാരണം അന്ന് ഫ്രാൻസ് പോലുള്ള ഒരു രാജ്യത്ത് കണ്ടുവരുന്ന പരമ്പരാഗതമായ ഒരു ബിൽഡിങ്ങിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു രീതിയിലുള്ള ഒരു ബിൽഡിംഗ് വരുമ്പോൾ എല്ലാവരും ഒരു ചോദ്യമായിരുന്നു, എന്തിനാണിത് എന്നുള്ളത്. എന്നാൽ ഇന്ന് 136 വർഷങ്ങൾക്ക് ശേഷം ഫ്രാൻസ് അല്ലെങ്കിൽ പാരീസ് എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ ആദ്യം കയറുന്നത് ഈ ഒരു ബിൽഡിംഗ് ആണ്, അല്ലെ? ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് അത്രയും വലിയ വിഷനും ലക്ഷ്യവും ഉള്ളത് കൊണ്ടാണ് ഇത് സാധ്യമായത്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ ചെറിയ പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങളും കേൾക്കുമ്പോൾ തടസ്സപ്പെട്ടു പോകുന്നതാവരുത് ഈഫൽ ടവറിനോളം വലുപ്പമുള്ള നമ്മളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും.